ചോദിച്ചു വാങ്ങുമ്പോഴല്ല, എന്തും മനസ്സറിഞ്ഞ് കിട്ടുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക എന്ന് പറയും. അതുകൊണ്ടാണല്ലോ എപ്പോഴും നിങ്ങളോടൊക്കെ പറയുന്നത്, പിന്നാലെ പോയി എരന്ന് വാങ്ങല്ലേ ഈ സ്നേഹം എന്ന്. ഈ എരന്ന് വാങ്ങാൻ പോണേനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. നമ്മൾക്ക് മനസ്സറിഞ്ഞ് കിട്ടുന്നതാ എന്തും നമുക്ക് ആസ്വദിക്കാനും അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ബാക്കി നമ്മൾ എന്ത് വാങ്ങുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാവും, ഞാൻ കുറേ നിർബന്ധിച്ചിട്ടല്ലേ എനിക്കിത് കിട്ടിയത്, പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടാവും അടുത്ത അടി ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാൻ നിൽക്കണ മാതിരി ഇന്നത്തെ കാലത്ത് ഓരോ അടിയായിട്ട് ഇവിടെ ഓരോരുത്തർ വരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതം ഏറ്റവും കൂടുതൽ പഠിക്കാൻ സാധിക്കണമെങ്കിലേ, ഒന്ന് നമ്മൾ പറയും പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ മതി. എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇലകൾ കൊഴിയുന്നത്? അത് കഴിഞ്ഞ് വീണ്ടും പുതിയ തളിരിലകൾ വരുന്നത് കാണാം. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു കാലവും നമുക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരും ശ്രദ്ധിക്കാറില്ല. ഈ ഒരു പ്രശ്നം മാത്രം വലുതാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. വെറുതെ ചുമ്മാ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പുണ്ടല്ലോ, നിങ്ങൾക്കിന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊന്ന് ആലോചിക്കാം. അപ്പോൾ ഒന്നും ആലോചിക്കാൻ ഒരു നല്ല സംഭവം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഞാനൊന്ന് പറയട്ടെ. ഇന്നിപ്പോൾ ഈ സമയത്ത് ഇത് കേട്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ട്, ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കാനുള്ള കേൾവി ശക്തി നിങ്ങൾക്കുണ്ട്. ഇനി ഇത് പറയുന്ന എന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ശക്തിയുണ്ട് എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു മെൻ്റലി ഫിറ്റാണ് നിങ്ങളിപ്പോഴും എന്ന അർത്ഥം. ഇത്രയൊക്കെ നമുക്ക് തരുന്ന ഒരു ദൈവത്തിനോട് നമ്മൾ നന്ദി പറയണ്ടേ? ഇനി ദൈവത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ദ യൂണിവേഴ്സൽ എനർജിയോട് നിങ്ങൾക്ക് നന്ദി പറയാം. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വയം നിങ്ങളോട് തന്നെ നന്ദി പറയാം. യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണില്ലേ? എന്തൊക്കെ കുറ്റം നിങ്ങൾ നിങ്ങളെ തന്നെ പറയുന്നത്? ഒരു ദിവസം ഒന്ന് സ്വയം ആലോചിച്ച് നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ വേറെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് മുന്നോട്ട് പോവുക എന്ന് നമ്മൾ പറയുന്നൊരു കാര്യം. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് പലപ്പോഴും നമുക്ക് വലിയ ആളുകൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ലേ? നമ്മൾ അറിയാണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറില്ലേ? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. എന്ത് കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയല്ലേ നമ്മൾ വളർന്നു വരുന്നൊരു സാഹചര്യം. എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മമാർ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ വരിക. അപ്പോൾ ചെറുപ്പം മുതൽക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തൊട്ടിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ശരിക്കും ചില കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മനസ്സാക്ഷിക്കും അനുസരിച്ചിട്ട് നമുക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം തോന്നുക, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാവില്ലേ, നമ്മളെ എട്ടിച്ചു പോവുക എന്നൊക്കെ ഒരു ഭയം തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീൽ കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന മുറിവുകൾ പെട്ടെന്നൊന്നും അങ്ങനെ ഉണങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രായത്തിൽ അതിനെ നേരിടാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ് കേട്ടോ ഈ പറഞ്ഞത്. താങ്ക് യു.